CPM എന്ന് പറയുന്നത് ഒരു നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ്. അതിൻ്റെ അവസാനത്തെ ലാപ്പാണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സി പി എമ്മിൽ ഇനി ബോധമുള്ളതും ബോധ്യമുള്ളതുമായിട്ടുള്ള വിവരമുള്ളവരായിട്ടുള്ള ആർക്കും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സി പി എമ്മിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി സി പി എമ്മിനകത്ത് വരും നാളുകളിലുണ്ടാകും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ 25 വർഷം ഭരിച്ച സ്ഥലങ്ങളിൽ ഇന്ന് പൊടി പോലുമില്ല സി പി എം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഏകദേശം 6-7 വർഷം കൊണ്ട് അവിടുത്തെ സി പി എമ്മുകാർക്ക് എങ്ങോട്ട് പോയി? അവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് വിടുതൽ വാങ്ങിയില്ലേ? ലാൽ സലാം സർ പറഞ്ഞു പോയതല്ലേ? അതുപോലെ വിമതന്മാർ ഉള്ളൂർ മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ പ്രത്യക്ഷത്തിൽ വിമതന്മാരുണ്ടാകും. 10,000-കണക്കിന് സി പി എമ്മുകാർ ഉള്ളിൻ്റെ ഉള്ളിൽ വിമതന്മാരാണ്. പിണറായി വിജയൻ്റെ കുടുംബ ഭരണത്തിനെതിരായിട്ടുള്ള മനോഭാവം, സർവ്വ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളും ബലിയർപ്പിച്ചതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വൈരാഗ്യം സി പി എമ്മിനെതിരെ പ്രകടിപ്പിക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ ഈ തിരുവനന്തപുരത്തും കേരളത്തിലുണ്ട്. അതിൽ 100-കണക്കിന് ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്, സി പി എമ്മിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ. അതുകൊണ്ട് സി പി എം എന്ന് പറയുന്നത് തകർച്ചയുടെ വക്കിലാണ്. സി പി എമ്മിന് ഇനി ഒരു ഭരണം കിട്ടാൻ പോകുന്നില്ല. സി പി എമ്മിന് ഇനി ഒരു യുവത്വമില്ല. സി പി എമ്മിന് ഇനി ഒരു വസന്തമില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരു മരണപ്പെട്ട ആളിൻ്റെ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് വിമർശിക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നത് ബി ജെ പിക്ക് യോജിപ്പില്ലാത്തതും ബി ജെ പി വസ്തുതാപരമായി ശരിയല്ലാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ് ആ ആത്മഹത്യാക്കുറിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അതിനെതിരെ ഞാനിപ്പോൾ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നത് ഒരു അനുചിതമാണ്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ച് പറയാം, ആ മരണവുമായിട്ട് ബി ജെ പിക്ക് ബന്ധമില്ല. അയാളുമായിട്ടും ബി ജെ പിക്ക് സംഘടനാ തലത്തിൽ യാതൊരു ബന്ധവുമില്ല. അയാൾ ഉദ്ധവ് താക്കറെയുടെ ഇന്ത്യ മുന്നണിയുടെ മെമ്പറായിട്ട് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളായിട്ടാണ് അവസാനം പുറത്തു വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം എന്താഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം ബി ജെ പിക്കാർക്കാർക്കും അറിയില്ല. അതാണ് വസ്തുത. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വേഴവട്ടക്കാലമായി തിരുവനന്തപുരത്ത് ബി ജെ പി ശക്തമായി 2ാം സ്ഥാനവും 1ാം സ്ഥാനവുമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി 1ാം സ്ഥാനമാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ബി ജെ പി 2ാം സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി. ഈ ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു മേയറെ സൃഷ്ടിക്കാൻ, താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഇരിക്കാൻ വേണ്ട സീറ്റ് നേടും. ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല കേരളത്തിലാകമാനം നേടും. 1000-കണക്കിന് പ്രവർത്തകർ താമര ചിഹ്നത്തിൽ ജയിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധിപതികളായിട്ട് മാറും. അതിൽ തിരുവനന്തപുരം നഗരസഭയുണ്ടാകും. മേയർ ബി ജെ പി ആയിരിക്കും. അതിനനുസരിച്ചുള്ളൊരു അന്തരീക്ഷം തിരുവനന്തപുരത്ത് ഇന്ന് തയ്യാറാണ്. തിരുവനന്തപുരത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കും. ബി ജെ പി തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിൻ്റെ സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു തുടങ്ങും. ഈ നാടിന് ഞങ്ങൾ 45 ദിവസം കൊണ്ട് ബി ജെ പി എങ്ങനെയാണ് 70 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാതെ കിടന്ന അനന്തപുരിയെ ഒരു വികസിത അനന്തപുരിയാക്കുന്നത് എന്ന് 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.